പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ശക്തി ഒരു വിശ്വാസിയിൽ 3 ഘട്ടങ്ങളായിട്ടാണ് വെളിപ്പെടുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ അഭിഷേകത്തിൻ്റെ 3 തലങ്ങൾ എന്ന് നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കാം. ഒന്നാമതായിട്ട് നമ്മൾ പഴയ നിയമത്തിൽ ലേവ്യരുടെ പുസ്തകത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്. ലേവ്യർ 14 പറയുന്ന പോലെ രക്തത്താലും എണ്ണയാലും കുഷ്ഠരോഗി ശുദ്ധീകരിക്കപ്പെടുന്നു. പുതിയ നിയമത്തിൽ വരുമ്പോൾ മാമോദീസ അല്ലെങ്കിൽ ജ്ഞാനസ്നാനം വഴി രക്ഷയിലേക്ക് കടക്കുന്നതാണ് ഒന്നാമത്തെ അഭിഷേകം. രണ്ടാമതായിട്ട് ഒരു പുരോഹിത അഭിഷേകമാണ്. അതായത് ഇത് ദൈവമായിട്ടൊരു പേഴ്സണൽ റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ ആരാധനയ്ക്ക് പോവുക, പള്ളിയിൽ പോവുക, അല്ലെങ്കിൽ ദൈവമായിട്ട് വ്യക്തിപരമായ പേഴ്സണൽ പ്രയറിൽ വളരുക. ഇവിടെയൊക്കെ കാണുന്ന ഒരു അഭിഷേകമാണ് പുരോഹിത അഭിഷേകം. അത് നമ്മൾ കുറച്ചുകൊണ്ട് ആഴത്തിൽ പഠിക്കുമ്പോൾ വിശുദ്ധ ബൈബിളിൽ 1 പത്രോസ് 2:9 പറയുന്നുണ്ട്, നിങ്ങളോ തിരഞ്ഞെടുക്കപ്പെട്ടൊരു വംശവും രാജകീയ പുരോഹിതവും വർഗവുമാകുന്നുവെന്ന്. അത് പ്രാർത്ഥനയിലൂടെയും ആരാധനയിലൂടെയും ദൈവസാന്നിധ്യത്തിൻ്റെ ഒരു ചേർന്നുള്ള ഒരു അഭിഷേകമാണ് ഈ പുരോഹിത അഭിഷേകം എന്ന് പറഞ്ഞാൽ. ഇനി മൂന്നാമത്തെ അഭിഷേകം, ഇത് കിങ്ലി അനോയിൻറ്റിങ് ആണ്. അതായത് രാജകീയ അഭിഷേകം, അധികാരത്തിൻ്റെ അഭിഷേകമാണ്. ഇത് ആത്മീയ പോരാട്ടങ്ങളിലും ശുശ്രൂഷകളിലുമൊക്കെ അധികാരം നൽകപ്പെടുന്ന ഒരഭിഷേകമാണ്. രാജത്വത്തിൻ്റെ അഭിഷേകം, അല്ലെ രാജാവ് എങ്ങനെയാണോ തൻ്റെ താഴെയുള്ളവർക്ക് അധികാരം കൈമാറുന്നത് അതുപോലെ കിട്ടുന്നത്. ഇത് ഈശോയെ അനുസരിക്കുന്നവർക്ക്, ഈശോയുടെ വചനം അനുസരിക്കുന്നവർക്ക് നൽകുന്ന അധികാരമാണ്. നമ്മുടെ യോഹന്നാന്റെ സുവിശേഷം 14 നമ്മളിങ്ങനെ കാണുന്നു, എന്നെ സ്നേഹിക്കുന്നുണ്ട്, കൽപ്പന പാലിക്കുമ്പോൾ ഞാൻ എൻ്റെ പിതാവിനോട് അപേക്ഷിക്കുകയും നിങ്ങൾക്ക് മറ്റൊരു സഹായകനെ നൽകുമെന്നൊക്കെ പറയുന്നുണ്ട്. ഈ സഹായം വഴിയാണ് പല അത്ഭുതങ്ങളും നമ്മൾ ഇന്ന് കാണുന്നത്, അല്ലേ? അത് പിശാചിനെ പുറത്താക്കുന്നു, രോഗസൗഖ്യം നടക്കുന്നു എന്നുള്ളതൊക്കെ. ഇതാണ് കിങ്ലി അനോയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ. ഓർക്കുക, പുരോഹിത അഭിഷേകം നമ്മൾ ദൈവമായിട്ട് വ്യക്തിപരമായ ബന്ധത്തിൽ ആഴത്തിൽ വളരുന്നതാണെങ്കിൽ ശുശ്രൂഷ മേഖലകളിൽ നമ്മളെ സഹായിക്കുന്നത് ഈ രാജകീയ അഭിഷേകമാണ്. നമുക്ക് അതിനുവേണ്ടി തീക്ഷ്ണതയോടെ ആഗ്രഹിക്കാം. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.